പഴയ സാധനങ്ങൾ ആക്രിവിലക്ക് വിൽക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സ്ക്രാപ്പ് ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠപുരം ചെരിക്കോടുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥി ഏബൽ ഷിബു. ഏബൽ തീർത്ത അത്ഭുതം നമുക്കൊന്ന് കണ്ടുവരാം. പെട്രോൾ എഞ്ചിൻ, ബാറ്ററി, മോട്ടോർ, മറ്റ് അനുബന്ധ ഘടകങ്ങൾ എല്ലാം ഘടിപ്പിച്ചതാണ് പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥി ഏബൽ ഷിബുവിന്റെ വാഹനം. ശ്രീകണ്ഠപുരം നഗരസഭയിൽ ചെരിക്കോടുള്ള തലക്കൽ വീട്ടുമുറ്റത്ത് 13കാരൻ ഏബൽ നിർമ്മിച്ചത് ഇരുചക്ര വാഹനവും 4 ചക്ര വാഹനവും. വീടിന്റെ മുറ്റമാണ് ഏബലിന് അത്ഭുതങ്ങളുടെ പണിപ്പുര. കുഞ്ഞു മനസ്സിലെ ശാസ്ത്രലോകം തീർക്കുകയാണ് ഏബൽ ഷിബു. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം തൊട്ടേ വീട്ടിലെ ടോർച്ചും മിക്സിയും അഴിച്ച് റിപ്പയറിങ്ങിലാണ് തുടക്കം. പിന്നീട് സൈക്കിൾ അഴിച്ച് പണി തുടങ്ങി. അങ്ങനെ 7ാം തരത്തിൽ മടമ്പം മേരിലാൻഡിൽ പഠിക്കുമ്പോഴാണ് പപ്പയോട് പറഞ്ഞ് ആക്രിക്കടയിൽ നിന്നും ബൈക്കിൻ്റെ ഭാഗങ്ങൾ വാങ്ങാൻ ഏബൽ ആവശ്യപ്പെടുന്നത്. അവിടെ തുടങ്ങി വാഹനയന്ത്രങ്ങളോടുള്ള ഏബലിൻ്റെ അടങ്ങാത കമ്പം. ഹീറോ ഹോണ്ട ഫാഷൻ പ്ലസ് എഞ്ചിൻ ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് നിർമ്മിച്ച ബൈക്ക് കണ്ട് ഏബലിനെ അനുമോദിക്കാൻ പള്ളി വികാരി എത്തി. ഇനി എന്താണ് ഏബൽ നിർമ്മിക്കുക എന്ന ചോദ്യത്തിന് ഏബലിൻ്റെ ഉത്തരം കാറ് എന്നായിരുന്നു. ഇപ്പോൾ അതും യാഥാർത്ഥ്യമാക്കി ഏബൽ. ഇനി ഇതിന് ബോഡി കൂടി നിർമ്മിച്ചാൽ മതി, മറ്റു ഭാഗങ്ങളെല്ലാം ഓക്കെ. സംഭവം അടിപൊളി. ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും ടാറ്റയും സുസ്കിയും തോറ്റുപോകും ഈ മിടുക്കന് മുമ്പിൽ. വാഹന നിർമ്മിതിയിലെ അത്ഭുതം തൻ്റെ സുഹൃത്തായ ഷിബുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ശ്രീകണ്ഠപുരം നഗരസഭ മുൻ കൗൺസിലർ രാജൻ കാവുമ്പായിയാണ് വിവരം പുറം ലോകം അറിയിക്കാൻ ഞങ്ങളെ സഹായിച്ചത്. ഞാൻ കഴിഞ്ഞ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ഇവിടെ എൻ്റെ കൂട്ടുകാരൻ ഷിബു ക്ഷണിച്ചപ്പോൾ ഇവിടെ വന്നത്. അന്ന് വന്നപ്പോഴാണ് ഏബൽ ഷിബു എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഇങ്ങനൊരു ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ആ വർക്ക് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഷിബുവോട് പറഞ്ഞു, ഇതൊന്നും നമുക്ക് പുറം ലോകം അറിയണം. ചെറിയ പയ്യനാണ്. ആ പയ്യൻ്റെ ഒരു കഴിവ് സ്വന്തമായിട്ട് ഒന്ന് മെഷീനറി ആക്രി കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മെഷീനറി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം തന്നെ ആ ചെറിയ മോൻ തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഓടിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് പുറം ലോകം അറിയണ്ടേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇതൊന്ന് നമുക്ക് അറിയിക്കണം നാട്ടുകാരോടെന്നുള്ളത്. ആ പയ്യൻ്റെ എല്ലാവരും ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് കിട്ടി, എല്ലാവരും ആദരിച്ചു. അത് ഈ പുറം ലോകം അറിയണം. അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കഴിവ് ഇനിയും വികസിച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇത് ആളുകൾ അറിയണം എന്നുള്ളത് അത്ര എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഏബൽ ആദ്യം നിർമ്മിച്ച ബൈക്ക് സോഷ്യൽ മീഡിയയിൽ താരമാക്കിയത് നിഖിലും ബിൻഡോയുമാണ്. സ്കൂൾ വിട്ടു വന്നാൽ ആദ്യം പഠനത്തേക്കാൾ പ്രിയം ഏബലിന് സ്പാൻഡറും യന്ത്രങ്ങളും വാഹനവും. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. ഏത് വാഹനവും ഏബൽ ഡ്രൈവ് ചെയ്യും. വൈസെഡ് യമഹ എഞ്ചിൻ ഉപയോഗിച്ചാണ് 4 ചക്രത്തിൻ്റെ നിർമ്മിതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകണമെന്നാണ് ഏബലിൻ്റെ ആഗ്രഹം. എൻ്റെ പേര് ഏബൽ ഷിബു. ഞാൻ പയ്യാവൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ബൈക്കാണ്. 7ാം ക്ലാസ് മുതൽ. 7ാം ക്ലാസ്സിൽ എവിടെ പഠിക്കുമ്പോൾ? മടമ്പത്ത് പഠിക്കുമ്പോൾ ഈ ബൈക്ക് ഉണ്ടാക്കിയത്. പപ്പ ആക്രിക്കടയൊക്കെ ഉണ്ടാവും. ഞാൻ അവിടുന്ന് സാധനം വാങ്ങും. മാഷുമാര് നല്ലതാന്ന് പറയും. മാഷുമാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ? ആ, മടമ്പത്ത് പഠിക്കുമ്പോ ശാസ്ത്രമേളയ്ക്ക്. അവിടെ എന്താ ഏബൽ നിർമ്മിച്ചേ? അവിടെ ഈ ബൈക്കാണ് അവിടെ നിർമ്മിച്ചത്. എന്നിട്ടോ ഇതിന് എന്താ പ്രൈസ് വന്നുകൊണ്ടാ? എ ഗ്രേഡ് കിട്ടി. ഏത് തരത്തില്? വർക്കിംഗ് മോഡല് ഉപജില്ല തലത്തിലാ? എനിക്ക് മെക്കാനിക് എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹം. വീട്ടിൽ പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയുമെല്ലാം ഏബലിന് കരുത്തായി കൂടെയുണ്ട്. ഒപ്പം ചങ്ക് സുഹൃത്തുക്കളും. എൻ്റെ മകനാണ് ഏബൽ ഷിബു. ഇവൻ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഇവന് ഇലക്ട്രിക് സാധനങ്ങളോട് ഭയങ്കര താല്പര്യം കണ്ടു. വീട്ടിലെ പഴയ മിക്സി, കറണ്ടിൻ്റെ ടോർച്ച് ഇതൊക്കെ നന്നാക്കുകയാണ്. ആ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ ഇവനെ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവൻ സൈക്കിൾ തന്നെ അഴിച്ച് റിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആ സൈക്കിളിലൂടെ ഇവൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് പല സൈക്കിളിൻ്റെ പല സാധനങ്ങൾ മാറ്റി കൊടുക്കുകയും അത് റിപ്പയർ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവൻ എന്നോട് ഒരു 6ാം ക്ലാസ് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു പഴയ ഒളിഞ്ഞ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അതിൻ്റെ എൻജിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ എൻജിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പഠിക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്രി കട അന്വേഷിച്ചപ്പോൾ അവർ കൊണ്ടിട്ട് ഒരു പഴയ ബൈക്ക് കിട്ടി, വർക്ക് ചെയ്യാത്ത. അതിവിടെ കൊണ്ടുവന്ന് അവനത് അഴിച്ച് റിപ്പയർ ചെയ്ത് അത് ഓടിച്ചു. അങ്ങനെ മടമ്പ സ്കൂളിൽ നിന്ന് അധ്യാപകർ വരികയും അതിനെ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് കിട്ടുകയും അത് കഴിഞ്ഞ് ഇവനെ മടമത്ത് വെച്ച് ഇവനെ ആദരിച്ചപ്പോൾ മടമം ഫൊറോന വികാരി ചോദിച്ചു, നീ അടുത്ത് എന്താ ഉണ്ടാക്കുന്നതെന്ന്. എന്നാലും ഇവൻ ചാടി പറഞ്ഞു, ഞാൻ അടുത്ത് ഒരു കാറാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഇപ്രാവശ്യം കാർ ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പഴയ ബൈക്കിൻ്റെ എൻജിൻ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്രിക്കടയിൽ പോയിട്ട് സ്കൂട്ടിയുടെ 4 ടയറ്, പിന്നെ ബൈക്കിൻ്റെ എൻജിൻ അതെടുത്ത് ഇവൻ പൈപ്പ് കൊണ്ട് വെൽഡ് ചെയ്ത് കാർ ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്കൂട്ടിയുണ്ട്. ആ സ്കൂട്ടി ആയാലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് അത് ശരിയാകും. അത് ശരിയായാൽ പിന്നെ ഒന്നും കൂടി അതഴിച്ച് വീണ്ടും എന്തെങ്കിലും കംപ്ലൈൻ്റ് ആക്കിയിട്ട് വീണ്ടും അത് ശരിയാകും. അതുപോലെ ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ ഒരു 4 വീല് ഗുഡ്സ് ഓട്ടോയുണ്ട്. ആ ഓട്ടോ തന്നെ ഇവൻ ഡ്രൈവ് ചെയ്യും. അത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം, പുറത്തൊന്നും പോകത്തില്ല. അവനത് തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് മേഖലയിലേക്ക് ഒരു ഭയങ്കര താല്പര്യമുണ്ട് ഇവന്. ആ രീതിയിലാണ് ഇവനിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മടമ്പ മേരിസ്കാൻഡ് സ്കൂളിലാണ് പഠിച്ചത്. ഈ കൊല്ലം പയ്യാവൂർ ആയിട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ ഫ്രണ്ടായ കുടുംബ സ്വദേശി രാജൻ ഇതിനു വേണ്ടി വളരെയധികം സപ്പോർട്ടായിരുന്നു. അതേപോലെ ഇതിന് വെൽഡിങ്ങും കാര്യമൊക്കെ ചെയ്ത് TR ഉണ്ണി ചെരിക്കോടാണ്. അവരെ ഈ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ചെരിക്കോട്ടെ വീട്ടുമുറ്റത്ത് തീർത്തിരിക്കുന്നത് വലിയ ശാസ്ത്രലോകമാണ്. സ്കൂൾ ശാസ്ത്രമേളയിലും താരമായിരുന്നു ഏബലിൻ്റെ ഈ ബൈക്ക്. ഇരിക്കൂർ സബ് ജില്ലയിൽ വർക്കിംഗ് മോഡലിൽ A ഗ്രേഡും നേടി ഈ മിടുക്കൻ. ഏബലിന് ഇതൊരു തുടക്കം മാത്രം. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നിർമ്മിതിയിൽ ഉണ്ട്. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അങ്ങനെ ചെരിക്കോടുള്ള തലക്കൽ വീട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കും.